മലബാർ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, സമ്പത്തിൻ്റെയും. പക്ഷേ അതേ തീരത്ത് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു: കടൽ കൊള്ളക്കാർ. കടൽ കൊള്ളയ്ക്ക് കടൽ വ്യാപാരത്തോളം തന്നെ പഴക്കമുണ്ട്. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീയുടെ അജ്ഞാതനായ കർത്താവ് മുതൽ പ്ലിനിയും ടോളമിയും മാർക്കോപോളോയും 18-ാം നൂറ്റാണ്ട് വരെ മലബാർ സന്ദർശിച്ച സഞ്ചാരികളെല്ലാം തന്നെ മലബാർ തീരത്തെ കടൽ കൊള്ളക്കാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടൽ വഴി വ്യാപാരം ചെയ്യുന്നതും അവരെ കൊള്ളയടിക്കുന്നതും ഒരുപോലെ ഒരു തൊഴിലായി കണ്ടിരുന്ന കാലം. കരയിൽ മോഷണം രാജാവ് കർശനമായി ശിക്ഷിക്കും. എന്നാൽ കടലിൽ രാജാവ് ഇടപെടില്ല. അവിടെ കയ്യുക്കുള്ളവൻ മാത്രം അതിജീവിക്കും. ഈ കടൽ കൊള്ളകൾ പ്രദേശത്തെ രാജാവിൻ്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് നടക്കുന്നത്. കൊള്ള മുതലിൻ്റെ 10-1 രാജാവിനുള്ളതാണ്. ഇത് പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ രാജാവിന് 2 വഴിയിലൂടെയും വരുമാനമുണ്ടാക്കാം. കച്ചവടം വഴിയും അതേ കച്ചവടക്കാരെ കടലിൽ കൊള്ളയടിച്ചു. രാജാവിൻ്റെ അംഗീകാരമുള്ള കടൽ കൊള്ളക്കാരെ പ്രൈവറ്റിയേഴ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ കടൽ കൊള്ളയുടെ പങ്കുപറ്റിയിരുന്ന രാജാവായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരിയും. സാമൂതിരിയും കടൽ കൊള്ളക്കാരും തമ്മിലുള്ള ഈ രഹസ്യബന്ധം അക്കാലത്തെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാർമാർ അത്തരത്തിൽ സാമൂതിരിയുമായി കൊള്ള മുതൽ പങ്കിടുന്ന പ്രൈവറ്റിയേഴ്സ് ആയിരുന്നു. കുഞ്ഞാലി എന്നത് സാമൂതിരി നൽകിയ സ്ഥാനപ്പേരാണ്. പ്രധാനമായും 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അതിൽ കുഞ്ഞാലി 4-മനെയാണ് സാമൂതിരിയുടെ കൂടി സഹായത്തോടെ പോർട്ടുഗീസുകാർ പിടികൂടി വകവരുത്തുന്നത്. ചരിത്രകാരന്മാർ അവരെ സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിനു വലിയ തെളിവൊന്നുമില്ല. 1540-ലെ പോർട്ടുഗീസുകാരുമായുള്ള ഒരു ഉടമ്പടി പ്രകാരം സാമൂതിരിക്ക് 5 തുഴകളിൽ കൂടുതലുള്ള വള്ളങ്ങൾ പാടില്ല. അങ്ങനെയുള്ള സാമൂതിരിക്ക് പിന്നെന്ത് സേനാമേധാവി? ഇവർ പറങ്കി കപ്പലുകൾ മാത്രമല്ല, സകല കപ്പലുകളും, വിശേഷിച്ച് മുസ്ലിമുകളുടെ കപ്പലുകളും ആക്രമിച്ചിരുന്നു എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണോ നാവികസേനയുടെ പണി? സാമൂതിരിയുടെ അനുവാദത്തോടെ കോഴിക്കോട്ടെ മുക്കുവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയാണ് സാമൂതിരിയുടെ ഈ സ്വകാര്യ കൊള്ള സംഘത്തിലേക്ക് ആളെ കൂട്ടിയിരുന്നത്. സാമൂതിരി തിരുമനസിന്റെ ഉത്തരവ്: ഓരോ കുടുംബവും 2 പേരെ വീതം മുഹമ്മദിയരുടെ കൂട്ടത്തിൽ ചേർക്കണം. അങ്ങനെ കരയിൽ മലഞ്ചരക്കുകൾ കച്ചവടം ചെയ്തും കടലിൽ അവരെ കൊള്ളയടിച്ചും കോഴിക്കോട്ടെ രാജാവ് സമുദ്രഗിരി രാജ അഥവാ സാമൂതിരി, കുന്നലക്കോനാതിരി മുതലായ സ്ഥാനപ്പേരുകളുമായി വാണു. എല്ലാറ്റിൻ്റെയും അർത്ഥം മലയുടെയും കടലിൻ്റെയും അധിപൻ. കൂടെ സാമൂതിരിയോളം തന്നെ പ്രതാപികളായി വളരുന്ന കുഞ്ഞാലിമാരും. വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തിൽ പറങ്കികൾ ആദ്യം കോഴിക്കോട്ട് എത്തിയപ്പോൾ മുതൽ തന്നെ അവിടെയുള്ള അറബി മുസ്ലിം വ്യാപാരികൾ ഇടങ്കോലിടാൻ തുടങ്ങിയിരുന്നു. സത്യവിശ്വാസികളുടെ ശത്രുക്കളായ ഈ കുരിശാരാധകർ കച്ചവടത്തിലെ തങ്ങളുടെ കുത്തക തകർക്കുമെന്ന ഭയം. അവർ വാസ്കോഡി ഗാമ സാമൂതിരിയെ കാണുന്നത് തടയാൻ ശ്രമിച്ചു. ഗാമയെ അപായപ്പെടുത്താൻ വരെ ശ്രമമുണ്ടായി. തുടക്കം മുതൽ തന്നെ അത് കുരിശാരാധകരായ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും തമ്മിലുള്ള ശത്രുത എന്ന നിലയിലേക്ക് മാറിയിരുന്നു. എന്നാൽ പറങ്കികൾ സാധാരണ കടൽ വ്യാപാരികളെ പോലെ അല്ലായിരുന്നു. പറങ്കികൾ കുഞ്ഞാലിമാരുടെ കൊള്ളസംഘത്തിന് ഒത്ത എതിരാളികളായിരുന്നു. ഓരോ അടിക്കും ഇരട്ടിയായി തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ. സാധാരണയായി കടൽ കൊള്ളക്കാർ വ്യാപാരികളെ അമിതമായി ഉപദ്രവിക്കാറില്ല. അവർ സാധനങ്ങൾ മാത്രം പിടിച്ചെടുത്ത് ആളുകളെ സുരക്ഷിതമായി കരയിലിറക്കി വിടുമെന്നാണ് മാർക്കോപോളോ രേഖപ്പെടുത്തുന്നത്. കൊള്ളക്കാരുടെ അമിത ശല്യം മൂലം കച്ചവടം മുടങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ രാജാവും ശ്രദ്ധിക്കും. കാരണം കച്ചവടവും രാജാവിൻ്റെ വരുമാനമാർഗം തന്നെയാണല്ലോ. എന്നാൽ കുഞ്ഞാലിയുടെ കാലത്തോടെ അതിനൊക്കെ മാറ്റം വന്നു. തോക്കുകളും പീരങ്കികളും സാധാരണമായി. സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് കൂടാതെ ആളുകളെ അടിമയാക്കി പിടിക്കുന്നതും ക്രൂരമായി കൊലപ്പെടുത്തുന്നതും കടൽ കൊള്ളയുടെ ഭാഗമായി. പറങ്കികളും കുഞ്ഞാലിയും തമ്മിലുള്ള ശത്രുത മൂർച്ഛിച്ച സമയത്താണ് പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഗ്രന്ഥത്തിലൂടെ ജിഹാദിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വരുന്നത്. മലബാറിലെ മുസ്ലിമുകൾ ജിഹാദിന് തയ്യാറാകണം. ജിഹാദിൽ ഏർപ്പെടുന്നവർക്ക് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളുടെ വിവരണമാണ് പുസ്തകത്തിന്റെ ആദ്യ ഭാഗം. മലബാറിലെ മുസ്ലിമുകൾ സാമൂതിരിയുടെ കീഴിൽ മികച്ച രീതിയിൽ ജീവിക്കുന്നുണ്ട്. എങ്കിലും അതുപോരാ. മുസ്ലിമുകൾക്ക് അവരുടെ സ്വന്തം രാജാവ് വേണം. അവിശ്വാസിയായ രാജാവിന്റെ കീഴിൽ ജീവിക്കുന്നത് കുറച്ചിലാണ്. ഇതാണ് പുസ്തകം ഉദ്ബോധിപ്പിക്കുന്നത്. 1545-ൽ കണ്ണൂരിലെ കോലത്തിരിയുടെ മുസ്ലിം മന്ത്രി കോലത്തിരിയെ ഒതുക്കി ആലി രാജ എന്ന പേരിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചു.
കോലത്തിരി വെറും കാഴ്ച വസ്തുവായി ഒതുങ്ങിപ്പോയി. ഷെയ്ഖ് സൈനുദ്ദീന്റെ വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട കുഞ്ഞാലിമാരും ആലി രാജാവിനെ പോലെ സ്വന്തം രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി. മലബാറിലെ മുസ്ലിമുകളെല്ലാം കുഞ്ഞാലിയെ തങ്ങളുടെ രാജാവായി കരുതാൻ തുടങ്ങി. സാമൂതിരിക്കും ഒരു പരിധിവരെ പറങ്കികൾക്കും അവർക്കിടയിലുള്ളത് ഒരു വ്യാപാര തർക്കം മാത്രമായിരുന്നു. രണ്ടു കൂട്ടർക്കും ഗുണമുള്ളതിനാൽ തന്നെ അവർ 4 or 5 തവണ പരസ്പരം സന്ധികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുഞ്ഞാലിയെ സംബന്ധിച്ചിടത്തോളം പറങ്കികളെ ആക്രമിക്കുന്നത് പുരുഷാരാധകരായ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ജിഹാദായിരുന്നു. പട്ടുമരക്കാർ എന്ന കുഞ്ഞാലി മൂന്നാമൻ പോർട്ടുഗീസുകാരെ ആക്രമിക്കാനെന്ന പേരിൽ പുതുപട്ടണത്ത് കോട്ട പണിതു. കോട്ട പണിയാൻ മുഗൾ ചക്രവർത്തി തന്നെ ഒരു ശില്പിയെ അയച്ചുകൊടുത്തിരുന്നു. ഈജിപ്റ്റ്, തുർക്കി എന്നിവിടങ്ങളിൽ നിന്ന് പോലും സഹായങ്ങൾ ഒഴുകിയെത്തി. പട്ടുമരക്കാർ വിദേശികളുടെ സഹായത്തോടെ കപ്പലുകൾ നവീകരിച്ചു, വലിയ തോക്കുകളുണ്ടാക്കി. ഗുജറാത്ത് തീരം മുതൽ കന്യാകുമാരി വരെ കുഞ്ഞാലിമാരുടെ നിയന്ത്രണത്തിലായി. കുഞ്ഞാലി നാലാമന്റെ കാലത്തോടെ പ്രതാപം അതിന്റെ ഉന്നതിയിലെത്തി. അവരുടെ പ്രശസ്തി ആഫ്രിക്കൻ തീരവും ചൈനയും വരെ എത്തിയിരുന്നു. അപ്പോഴേക്കും സാമൂതിരിക്ക് കുഞ്ഞാലിയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. കുഞ്ഞാലി മലബാർ മുസ്ലിമുകളുടെ രാജാവ്, കടൽ യാത്രയുടെ രാജകുമാരൻ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അറബിക്കടലിന്റെ അധികാരി പോലുള്ള സാമൂതിരിയുടെ സ്ഥാനപ്പേര് പോലും കൈവശപ്പെടുത്തി. പുതുപട്ടണത്തെ കുഞ്ഞാലിക്കോട്ടയിൽ ശക്തരായ സകല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും മെക്കയിൽ നിന്ന് പോലും പ്രതിനിധികൾ സന്ദർശനം നടത്തിയിരുന്നു. മലബാറിലെ മുസ്ലിമുകളെല്ലാം കുഞ്ഞാലിയെ തങ്ങളുടെ രാജാവായി കരുതാൻ തുടങ്ങി. കുഞ്ഞാലി ഒടുവിൽ സാമൂതിരിയുടെ അടുപ്പക്കാരുടെ കപ്പലുകൾ പോലും പിടിച്ചെടുക്കാൻ തുടങ്ങി. അതോടെ സാമൂതിരിക്ക് ഏതാണ്ട് മതിയായി. താമസിച്ചാൽ തനിക്കും കണ്ണൂരിലെ കോലത്തിരിയുടെ അവസ്ഥ വരുമെന്ന് മനസ്സിലാക്കിയ സാമൂതിരി കുഞ്ഞാലിക്കെതിരെ തിരിഞ്ഞു. കുഞ്ഞാലി ഒരു പറങ്കിക്കപ്പൽ പിടിച്ചെടുത്ത് തടവിലാക്കിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫാദർ ഫ്രാൻസിസ് അക്കോസ്റ്റ എന്നൊരു ക്രിസ്ത്യൻ പാതിരി വഴി സാമൂതിരി പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമം തുടങ്ങി. സുവിശേഷം പ്രചരിപ്പിക്കാനും ആളുകളെ ഇഷ്ടം പോലെ മതം മാറ്റാനുള്ള അനുവാദം, സാമൂതിരിയുടെ സ്വന്തം ചെലവിൽ പള്ളികൾ, പാതിരിമാർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു പറങ്കികൾക്കുള്ള ഓഫർ. പോർച്ചുഗീസുകാരുടെ ഔദ്യോഗിക ചരിത്രകാരനായ ഡി കോട്ടോയും ജെസ്യൂട്ട് പാതിരിമാരും കുഞ്ഞാലിയുടെ അവസാന കാലം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1597 വാസ്കോ ഡിഗാമയുടെ കൊച്ചുമകനായ ഫ്രാൻസിസ്കോ ഡിഗാമ വൈസ്രോയിയായി ഗോവയിലെത്തിയ ശേഷമാണ് കുഞ്ഞാലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാകുന്നത്. വൈസ്രോയിയുടെ സഹോദരൻ ലൂയിസ് ഡിഗാമ കോഴിക്കോട്ടെത്തി സാമൂതിരിയെ കണ്ട് എല്ലാം കരാറാക്കി. ലൂയിസ് ഡിഗാമ 3 വലിയ പടക്കപ്പലുകളും 20 ചെറുകപ്പലുകളുമായി ഗോവയിൽ നിന്ന് തിരിക്കും. കോട്ടയ്ക്കൽ നേരത്തെയുള്ള 18 കപ്പലുകളും നദിയിൽ സഞ്ചരിക്കാവുന്ന 6 ചെറുകപ്പലുകളും 1500 പടയാളികളും കൂടെ ചേരും. മുന്നൂറ് പോർച്ചുഗീസ് പട്ടാളക്കാർ ബെൽക്കെയർ ഫെറാറിയയുടെ നേതൃത്വത്തിൽ സാമൂതിരിയോടൊപ്പം കരവഴിയുള്ള ആക്രമണത്തിൽ ചേരും. ലൂയിസ് ഡിസിൽവ 600 പറങ്കി പട്ടാളക്കാരുമായി നദീമുഖത്തു നിന്ന് കോട്ടയെ ആക്രമിക്കും. അങ്ങനെ 1599 മാർച്ച് 3-ാം തീയതി വെളുപ്പിന് ആക്രമണം നടത്താൻ തീരുമാനമായി. ആക്രമണം തുടങ്ങാൻ തീപ്പന്തം വീശിക്കാണിക്കണം എന്ന അടയാളം മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചിരുന്നെങ്കിലും അത് വെളുപ്പിനു മുൻപ് നൽകേണ്ടതിനു പകരം അബദ്ധത്തിൽ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തുപോയി. അതുപ്രകാരം ബെൽക്കെയർ ഫെറാറിയെയും 300 പറങ്കികളും സാമൂതിരിയുടെ 6000-ഓളം നായന്മാരും വേണ്ടത്ര സന്നാഹങ്ങളില്ലാതെ തന്നെ ആക്രമണത്തിന് കുതിച്ചു. ലൂയിസ് ഡിസിൽവ തീപ്പന്തം കണ്ടെങ്കിലും പറഞ്ഞുറപ്പിച്ച സമയമായിട്ടില്ലാത്തതുകൊണ്ട് അനങ്ങിയില്ല. എന്നാൽ കോട്ടയ്ക്കുള്ളിൽ നിന്ന് തീവ്രമായ പ്രത്യാക്രമണമുണ്ടായി.
നേരം വെളുത്തപ്പോൾ ഡിസിൽവ ആക്രമണത്തിൽ പങ്കുചേരാൻ ശ്രമിച്ചെങ്കിലും ആദ്യം വീണത് ക്യാപ്റ്റൻ ഡിസിൽവ തന്നെയായിരുന്നു. കരയിൽ കാലുകുത്തിയതും അദ്ദേഹത്തിന്റെ തല തകർത്തുകൊണ്ട് ഗന്ധകം പുരട്ടിയ ഒരു അമ്പ് പാഞ്ഞുപോയി. അധികം വൈകാതെ ബെനഡിക്റ്റ് കൊറിയ, ഫ്രാൻസിസ്കോ പെരേറ എന്നീ 2 ക്യാപ്റ്റന്മാരും വീണു. എന്തായാലും ആക്രമണത്തിന് വന്ന 2 കൂട്ടർക്കും ഒന്നിക്കാനായില്ല. വെടിമരുന്നും പീരങ്കിയുണ്ടകളും അമ്പുകളും തീർന്നുപോയി. അവർ നദിക്കക്കരെ നിന്ന് വരണമായിരുന്നു. എന്നാൽ യുദ്ധസാമഗ്രികൾ എത്തിക്കേണ്ട വള്ളങ്ങൾ അവയുടെ തുഴക്കാർ ഉപേക്ഷിച്ചുപോയി. പടയാളികൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് അങ്ങുമിങ്ങും പാഞ്ഞു നടന്ന് നദിയിൽ ചാടി. ചിലർ തോണികളിലേക്ക് തിരിച്ചു. അതിൽ തിക്കും തിരക്കുമുണ്ടാക്കി. പടച്ചക്കയുടെ ഭാരം മൂലം കുറെ പേർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. തിരിച്ചോടാൻ കഴിയാഞ്ഞവർ ഉച്ചവരെ പൊരുതി. ബെൽക്കെയർ ഫെറാറിയെയും കൂട്ടരും നല്ല രീതിയിൽ പൊരുതിയെങ്കിലും ഒടുവിൽ അവർക്കും പിൻവാങ്ങേണ്ടി വന്നു. ഈ സമയം നദിയിലെ തടസ്സങ്ങൾ മൂലം ലൂയിസ് ഡിഗാമ ഒന്നും ചെയ്യാനാകാതെ വെറും കാഴ്ചക്കാരനായി നിൽക്കുകയായിരുന്നു. മുട്ടറ്റം ചെളിയിൽ നിന്ന് ഡിഗാമ പടയാളികളെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നതും ചതി ചതി എന്ന് നിലവിളിച്ചുകൊണ്ട് പറങ്കിപ്പട്ടാളം തിരിച്ചോടുന്നതും ഡി കോട്ടോ വിവരിക്കുന്നുണ്ട്. കോട്ട തുടർന്നും ഉപരോധിക്കാൻ ഫ്രാൻസിസ്കോ ഡിസൂസയുടെ നേതൃത്വത്തിൽ കുറച്ചു സൈന്യത്തെ നിലനിർത്തി ലൂയിസ് ഡിഗാമ പിൻവാങ്ങി. താൻ വിജയിച്ചുവെന്ന് കരുതിയ കുഞ്ഞാലി, മുഹമ്മദീയ മതത്തിന്റെ രക്ഷകൻ, പറങ്കികളുടെ അന്തകൻ എന്നീ ബിരുദങ്ങളും സ്വയം എടുത്തണിഞ്ഞു. പല നാട്ടുരാജാക്കന്മാരും കുഞ്ഞാലി ജയിച്ചു വന്നാൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായി. ഈ പരാജയത്തിൽ സാമൂതിരിക്ക് പറങ്കികളോട് ഇഷ്ടക്കേടുണ്ടായെങ്കിലും സാമൂതിരിയും ലൂയിസ് ഡി ഗാമയും കൊച്ചിയിൽ വെച്ച് പുതിയ കരാറുണ്ടാക്കി. ആന്ദ്രേ ഫുർട്ടാഡോയെ നേതാവായി നിശ്ചയിച്ചു. ഫുർട്ടാഡോയുടെ സൈന്യത്തിൽ 2 പടക്കപ്പലുകൾ, 22 കപ്പലുകൾ, 5 മച്ചുവകൾ, 8 ഫ്യൂസ്റ്റ എന്ന ചെറിയ തരം യുദ്ധവള്ളം, പിന്നെ നേരത്തെ കോട്ട നദിയിലുള്ള 3 പടക്കപ്പലുകൾ, 54 കപ്പലുകൾ അടക്കം 2000 പടയാളികൾ എന്നിവയുണ്ടായിരുന്നു. സാമൂതിരി ആവശ്യമുള്ള സമയത്തോളം പാളയത്തിൽ 1000 പണിക്കാർ, 15 ആനകൾ, ആവശ്യമുള്ള മരത്തടികൾ, ആശാരിമാർ, 5000 ആയുധധാരികളായ പടയാളികൾ, 4 കപ്പലുകൾ, അതിലാവശ്യമായ നാവികർ, 30 ചെറുവള്ളങ്ങൾ, 200 കോടാലികൾ, 1000 കുട്ടകൾ എന്നിവ നൽകും. പകരമായി ഫുർട്ടാഡോയ്ക്ക് കോട്ട പിടിച്ചെടുത്ത് തകർക്കാൻ കഴിഞ്ഞാൽ പിടിച്ചെടുക്കുന്ന പണത്തിന്റെയും മറ്റു ദ്രവ്യങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും പകുതി ലഭിക്കും. മറ്റായുധങ്ങൾ കിട്ടുന്നവർക്കെടുക്കാം. ഇതുകൂടാതെ സാമൂതിരി കോഴിക്കോട്ടൊരു പള്ളിയും ഫാക്ടറിയും പണിതു കൊടുക്കും. ഇതിനിടയിൽ ജനുവരിയിൽ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ സാമൂതിരി കോഴിക്കോട് വിട്ടു. ജെസ്യൂട്ട് പാതിരിമാർ ഉപജാപവുമായി വിടാതെ അവിടേക്കും സാമൂതിരിയെ അനുഗമിച്ചിരുന്നു. കുഞ്ഞാലിക്കെതിരെയുള്ള ഉപരോധം തുടരണോ എന്ന് സംശയിച്ച് ചാഞ്ചാടി നിൽക്കുകയായിരുന്നു സാമൂതിരി. പാതിരിമാരുടെ ഉപജാപമില്ലായിരുന്നെങ്കിൽ സാമൂതിരി ഒരുപക്ഷെ ഉപരോധവുമായി മുന്നോട്ടു പോകുമായിരുന്നില്ല. സാമൂതിരിയും പോർട്ടുഗീസുകാരും തമ്മിലുള്ള സഖ്യം നിമിത്തം പതിവിലും കൂടുതൽ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ ആ മാമാങ്കത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നുവെന്നും പാതിരിമാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനിടെ പറങ്കിപ്പട കുഞ്ഞാലിയുടെ കോട്ട തകർക്കാൻ തുടങ്ങിയിരുന്നു.
ഉപരോധം മൂലം പട്ടിണി കിടന്ന് വശം കെട്ട കോട്ടയിലുള്ളവർ പലരും കുഞ്ഞാലിയെ ഉപേക്ഷിച്ച് പുറത്തുവരാൻ തുടങ്ങി. മാമങ്കം കഴിഞ്ഞ് സാമൂതിരി മടങ്ങിയെത്തിയ ശേഷം അവസാനത്തെ ആക്രമണത്തിന് തീരുമാനമായി. ഫ്രാൻസിസ് ഡിസൂസ 400 ആളുകളുമായി കിഴക്കുവശത്തും റോഡ്ലെക്സ് പാൽഹോട്ട 600 പേരുമായി പുഴയുടെ ഭാഗത്തു നിന്നും ആക്രമിക്കും. അപ്പോഴും കുഞ്ഞാലിയെ പിടിക്കണോ വേണ്ടയോ എന്നുറപ്പില്ലാതെ ചാഞ്ചാടി നിൽക്കുന്ന സാമൂതിരിയെ നിലക്ക് നിർത്താൻ ഫുർട്ടാഡോ 1200 ആളുകളുമായി അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കും. ആക്രമണത്തിൽ കുഞ്ഞാലിക്ക് കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ഉപരോധം മൂലം നിവൃത്തിയില്ലാതായ കുഞ്ഞാലി തന്നോട് ദയവുണ്ടാകാനും തന്നെയും അനുയായികളെയും കൊല്ലാതെ വിടാമെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണ് എന്നപേക്ഷിച്ചുകൊണ്ടും സാമൂതിരിയുടെ അടുത്തേക്ക് ആളുകളെ അയച്ചു. 1,00,000 ഡ്യൂക്കാട്ട് വാങ്ങി സാമൂതിരി കുഞ്ഞാലിയെ രഹസ്യമായി രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നു എന്ന വിവരം ഡോൺ ആൻഡ്രേ ഫുർട്ടാഡോ അറിഞ്ഞു. ഇത് പറങ്കികളുമായുള്ള കരാറിന് വിരുദ്ധമാണ്. കോപം കൊണ്ട് വിറച്ച അദ്ദേഹത്തെ ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ക്ഷണിച്ചപ്പോൾ വരുന്നെങ്കിൽ താൻ ആയുധങ്ങളുമായി തുറന്ന മൈതാനത്തെ വരുമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. ദൈവാനുഗ്രഹത്താൽ ഞാൻ സർവ്വസൈന്യാധിപനും ഇപ്പോൾ രാജാക്കന്മാരെ നിയമിക്കുവാനും അവരെ ഒളിവാക്കുവാനും അവരെ വധിക്കാനും പോലും അധികാരമുള്ളവനാണ്. ക്രിസ്തുനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അങ്ങ് കുഞ്ഞാലിയെ രക്ഷപ്പെടാൻ സഹായിച്ചാൽ ഞാൻ ഈ കോഴിക്കോട്ടെ നഗരവും നിങ്ങളുടെ രാജ്യവും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കും. ക്രിസ്ത്യാനിയായിരുന്ന ദ്വിഭാഷി പാതിരിമാരുടെ ഉപദേശപ്രകാരം ഈ ഭീഷണി വളരെ മയപ്പെടുത്തിയാണ് പരിഭാഷപ്പെടുത്തിയതെങ്കിലും സാമൂതിരിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് മനസ്സുമാറ്റി. ഒരാളെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് ആചാരത്തിനു നിരക്കുന്നതല്ലെങ്കിലും കുഞ്ഞാലി ഒരു വഞ്ചകനായതുകൊണ്ട് വഞ്ചകരോട് പെരുമാറുന്ന പോലെ അദ്ദേഹത്തോട് പെരുമാറാൻ പറ്റൂ. കുഞ്ഞാലിയെ മാത്രമല്ല പ്രധാനികളായ 40 അനുയായികളെ കൂടി വിട്ടുകൊടുക്കാമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അത് സ്വന്തം കൈയാൽ തന്നെ എഴുതി നൽകുകയും ചെയ്തു. തോൽവി ഉറപ്പായപ്പോൾ കുഞ്ഞാലി തന്റെ ജീവൻ വിട്ടുകിട്ടുമെങ്കിൽ സാമൂതിരിയുടെ മുന്നിൽ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു. തന്റെ കൂട്ടരോട് ആയുധമെടുത്ത് ഒരു അവസാന പോരാട്ടം നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ വിഡ്ഢിത്തം കാണിച്ച് മരിക്കുന്നതിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് അവരെല്ലാം കുഞ്ഞാലിയെ കൈയൊഴിഞ്ഞു. കുഞ്ഞാലിയുടെ കീഴടങ്ങൽ രംഗം ഡി കോട്ടോ വിവരിക്കുന്നുണ്ട്. കുഞ്ഞാലി തലയിൽ ഒരു കറുത്ത ഉറുമാൽ കെട്ടി താഴ്ത്തിപ്പിടിച്ച വാളുമായി സാമൂതിരിയുടെ മുന്നിൽ പ്രവേശിച്ചു. കൂടെ പ്രധാന അനുചരനായ ചിന്നാലി എന്ന ചൈനക്കാരനും. കുഞ്ഞാലി മുന്നോട്ട് വന്ന് രാജാവിനോട് ദയവുണ്ടാവണം. രാജാവ് വാൾ വാങ്ങി കുഞ്ഞാലിയുടെ തോളിൽ പതുക്കെ 2-3 തവണ തട്ടി. കുഞ്ഞാലി, നിങ്ങളെനിക്ക് വളരെ ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാക്കിയിരിക്കുന്നു. കുഞ്ഞാലിയെ കൊണ്ടുപോയിക്കൊള്ളൂ. അദ്ദേഹം നിങ്ങളുടെയാണ്. കുഞ്ഞാലിയെ കൊണ്ടുപോകാം. തുല്യമായി പങ്കിട്ടെടുത്ത തോക്കുകൾ ഒഴികെ കോട്ടയിൽ ബാക്കിയുള്ളതെല്ലാം ഫുർട്ടാഡോ സാമൂതിരിക്ക് വിട്ടുകൊടുത്തു. സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഇവിടെ മൂരുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഇവിടെ കാണുന്ന ആരെയും ഇഷ്ടം പോലെ വധിക്കാൻ നാം അനുവാദം നൽകുന്നു. ഇതെല്ലാം ഒരു സ്വർണ്ണ ഫലകത്തിൽ എഴുതിയും നൽകി. കുഞ്ഞാലിയുടെ കോട്ട മുഴുവൻ ഇടിച്ചു നിരത്തി. കുഞ്ഞാലിയെയും കൂട്ടാളികളെയും ഗോവയിൽ കൊണ്ടുപോയി വൈസ്രോയിയുടെ കൽപ്പനപ്രകാരം വധിച്ചു. കുഞ്ഞാലി മരക്കാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. സിനിമാ കഥകളെ വെല്ലുന്ന നാടകീയതയാണ് ഇനി. 1591-ൽ
പറങ്കികൾ ഒരാക്രമണത്തിനിടയിൽ കുഞ്ഞാലി മരക്കാരുടെ 13 വയസ്സായ ഒരു മരുമകനെ പിടികൂടിയിരുന്നു. അലി എന്നു പേരായ ഈ കുട്ടിയെ അവർ ഗോവയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റി ഡോം പെഡ്രോ റോഡ്രിക്സ് എന്ന പേര് നൽകി. ഒരു പോർട്ടുഗീസ് യുവതിയെ വിവാഹം കഴിച്ച് ഗോവയിൽ കഴിഞ്ഞിരുന്ന റോഡ്രിക്സ് തന്റെ അമ്മാവനായ കുഞ്ഞാലിയെ പിന്നീട് കാണുന്നത് ഗോവയിൽ പറങ്കികളുടെ തടവിൽ വെച്ചാണ്. കുഞ്ഞാലിയുടെ തല വെട്ടുന്നത് കാണാൻ കൂടിയ ആൾക്കൂട്ടത്തിൽ 22കാരനായ റോഡ്രിക്സും ഉണ്ടായിരുന്നു. അമ്മാവന് നേരിട്ട ഈ അപമാനത്തിൽ രോഷാകുലനായ റോഡ്രിക്സ് തന്റെ വേരുകളിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചു. ഒരു പോർട്ടുഗീസ് കപ്പൽ തട്ടിയെടുത്ത് മലബാറിലെത്തിയ റോഡ്രിക്സ് 10-20 വർഷത്തോളം അലി മരക്കാർ എന്ന പേരിൽ പറങ്കികളെ വിറപ്പിച്ച കടൽ കൊള്ളക്കാരനായി ഇവിടം ഭരിച്ചു. ചില പോർട്ടുഗീസ് കപ്പലുകൾ പിടിച്ചെടുത്ത് 300ഓളം പേരെ വധിച്ചതായും പോർട്ടുഗീസ് അധീനതയിലുള്ള ചില ദ്വീപുകൾ പിടിച്ചെടുത്തതായും കാണാം. ഇയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഈ യുദ്ധം കൊണ്ട് ആർക്കും വലിയ ഗുണമൊന്നും ഉണ്ടായതായി കാണുന്നില്ല. കുഞ്ഞാലിയുടെ തലയ്ക്ക് പോർച്ചുഗീസുകാർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. മാപ്പിളമാർ പ്രതികാര ബുദ്ധിയോടെ കയ്യിൽ കെട്ടിയ പോർച്ചുഗീസുകാരെ എല്ലാവരെയും വധിച്ചു. സമാധാനമായി വിജയം ആഘോഷിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഡച്ചുകാർ രംഗത്തെത്തി പറങ്കികളെ കോഴിക്കോട്ട് നിന്നും പുറത്താക്കി. ഇടനില നിന്ന പാതിരിമാർക്കും ഗുണമുണ്ടായി. കോഴിക്കോട് വലിയ രീതിയിലുള്ള മതമാറ്റമൊന്നും സാധ്യമായില്ല. സാമൂതിരിക്ക് കഷ്ടിച്ച് തന്റെ കിരീടം രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും കോഴിക്കോടിന്റെ പ്രതാപം പിന്നീട് ഒരിക്കലും പഴയ നിലയിലെത്തിയില്ല. കുഞ്ഞാലിയുടെ മരണത്തോടെ മലബാറിലെ കടൽക്കൊള്ളയുടെ പുഷ്കലകാലം കഴിഞ്ഞെങ്കിലും പിന്നെയും 2 നൂറ്റാണ്ടോളം മലബാർ തീരത്തെ കടൽക്കൊള്ള തുടർന്നിരുന്നു. കുഞ്ഞാലിക്ക് ശേഷം സാമൂതിരി കടൽക്കൊള്ളയോട് വലിയ പ്രതിപത്തി കാണിക്കാതായതോടെ കടൽക്കൊള്ളക്കാരുടെ രക്ഷാകർതൃസ്ഥാനം വടകരയിലെ വാഴുന്നോർ ഏറ്റെടുത്തതായി കാണുന്നു. കടൽക്കൊള്ളയുടെ പ്രധാന ആകർഷണം വൻ ലാഭം കിട്ടുന്ന മനുഷ്യവ്യാപാരമായിരുന്നു. അതായത് ധനികരായ തടവുകാരെ കനത്ത മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക, അല്ലാത്തവരെ അടിമയാക്കി വിൽക്കുക. ഇംഗ്ലീഷുകാർ അടിമക്കച്ചവടത്തിനെതിരെ കർശന നിലപാടെടുത്തതോടെ മലബാറിലെ കടൽക്കൊള്ള സാവധാനം അവസാനിച്ചു.